2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിന്റെ ഭരണം മാറുന്നു. BJP അധികാരത്തിൽ കയറുന്നു. അന്ന് നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന ഇന്ത്യയുടെ പുതിയ പ്രധാനമന്ത്രി ചുമതല ഏറ്റെടുക്കുന്നു. ആ കാലഘട്ടം മുതൽ ഇന്നുവരെ 2025 വരെ, അതായത് 11 വർഷം ആകാൻ പോകുന്നു. ഈ സമയത്തിനിടയിലെല്ലാം പാർട്ടിയെ മുൻപോട്ട് നയിച്ചതും 10 വർഷത്തോളം ഈ രാജ്യം ഭരിച്ച് മൂന്നാം തവണയും അധികാരത്തിലേക്ക് BJPയെ എത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകത്തിൽ ഒന്ന് BJPയുടെ സംഘടനാ സംവിധാനമാണ്. വടക്കേ ഇന്ത്യയിൽ മാത്രം വേരിറക്കിയിരുന്ന ഒരു പാർട്ടിക്ക് തെക്കേ ഇന്ത്യയിലെ തമിഴ്നാടും കേരളവും കർണാടകയും ഒക്കെ പിടിച്ചെടുക്കുവാൻ കഴിയുന്ന കരുത്തിലേക്ക് വളർന്നതും വളർന്നുകൊണ്ടിരിക്കുന്നതുമെല്ലാം ആ സംഘടനാ മികവിന്റെ മറ്റൊരു തലം കൂടിയാണ്. കോർപ്പറേറ്റ് രീതിയിലാണ് BJP തങ്ങളുടെ പാർട്ടി പ്രവർത്തകരെയും അനുയായികളെയും മുൻപോട്ട് പോകുന്നത് എന്ന് പ്രതിപക്ഷ പാർട്ടി അടക്കം ഒരു പുതിയ വാദം ഉയർത്തുമ്പോഴും ആ കോർപ്പറേറ്റ് രീതിയോ എന്തോ ആകട്ടെ രാജ്യം മുഴുവൻ അടക്കി ഭരിക്കുന്ന കരുത്തിലേക്ക് BJP വളരുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലെ പ്രധാന കാരണം ആ പാർട്ടിയുടെ സംഘടനാ സംവിധാനം തന്നെയാണ്. BJP സംസ്ഥാന അധ്യക്ഷനും അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒക്കെ കൂടെ ചേരുന്ന ഒരു വലിയ ശക്തി, ഒരു വലിയ മുൻനിര BJPക്കുണ്ട്. ആൾബലം കൊണ്ടും സാമ്പത്തിക ബലം കൊണ്ടും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായി BJP വളരുന്നതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണം ഈ സംസ്ഥാന നേതൃത്വമാണ്. അതല്ലെങ്കിൽ ദേശീയ അധ്യക്ഷന്റെ ദേശീയ കമ്മിറ്റിയുടെ കരുത്ത് തന്നെയാണ്. കേരളത്തിൽ K. സുരേന്ദ്രൻ എന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ മാറ്റി പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പകരം പുതിയൊരാളെ കൊണ്ടുവരുന്നു. പകരം വന്നത് രാജീവ് ചന്ദ്രശേഖറാണ്. K. സുരേന്ദ്രനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ സ്വാഭാവികമായും പാർട്ടിക്കുള്ളിൽ പടലപ്പിണക്കമുണ്ടാകുമെന്നും ശോഭാ സുരേന്ദ്രനും MT രമേശും V. മുരളീധരൻ അടക്കമുള്ള BJPയിലെ മുൻനിര നേതാക്കന്മാരെല്ലാം സംസ്ഥാന അധ്യക്ഷ പദവിക്ക് വേണ്ടി കടിപിടി കൂടുന്നുണ്ടെന്നും അതോടുകൂടി പുതിയ സംസ്ഥാന അധ്യക്ഷൻ ആരെന്ന് തീരുമാനിക്കാൻ കഴിയാതെ BJP തളർന്ന് തരിപ്പണമായി പോകുമെന്ന വാദം കേരളത്തിലെ മറ്റ് പാർട്ടികൾ ഉന്നയിച്ചപ്പോഴും അതിന് മറുപടിയായി കേന്ദ്ര നേതൃത്വം ഇടപെട്ട ആ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവന്ന പ്രധാനപ്പെട്ട നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം വന്നു, പാർട്ടിക്കുള്ളിലെ എല്ലാ പ്രശ്നങ്ങളും ശമിച്ചു, പലരും ഉള്ളിലെ സങ്കടങ്ങളെല്ലാം കടിച്ചമർത്തി അങ്ങനെ തന്നെ ഇരുന്നു. ഇനി ദേശീയ അധ്യക്ഷൻ ആരാകണമെന്ന തീരുമാനമാണ് BJP എടുക്കേണ്ടത്. BJPയുടെ പുതിയ ദേശീയ അധ്യക്ഷനെ ഈ മാസം അവസാനം പ്രഖ്യാപിക്കും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്ന പാർലമെന്റ് സമ്മേളനം അവസാനിച്ചാലുടൻ BJPയുടെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുവാനുള്ള പ്രക്രിയ ആരംഭിക്കുമെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രസിഡന്റിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ പുരോഗമിക്കുകയാണെന്നും വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ഈ പ്രക്രിയ മാർച്ച് 15 അവസാനിക്കേണ്ടതായിരുന്നു. എന്നാൽ പാർലമെന്റ് സമ്മേളനം കാരണം വീണ്ടും കാലതാമസം നേരിടേണ്ടി വന്നു എന്നും വൃത്തങ്ങൾ പറയുന്നു. 13 സംസ്ഥാനങ്ങളിലെ സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ ശേഷം അതത് സംസ്ഥാനത്തെ പ്രസിഡന്റുമാരുടെ പേരുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ ആഴ്ചയായിരുന്നു പുതിയ പ്രസിഡന്റിനെ പ്രഖ്യാപിച്ചത്. അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ UP, കർണാടക, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നിവയുൾപ്പെടെ ശേഷിക്കുന്ന മിക്ക സംസ്ഥാനങ്ങളിലെയും സംസ്ഥാന പ്രസിഡന്റുമാരുടെ പേരുകൾ പ്രഖ്യാപിക്കും. 19 സംസ്ഥാന പ്രസിഡന്റുമാരുടെ പേരുകൾ പ്രഖ്യാപിച്ച ശേഷം പാർട്ടിയുടെ അടുത്ത ദേശീയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുവാനുള്ള പ്രക്രിയ ആരംഭിക്കും. BJP പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിന് 50% സംസ്ഥാനങ്ങളിലും സംഘടനാ തെരഞ്ഞെടുപ്പ് അനിവാര്യമാണ്. അതിനു മുമ്പ് ബൂത്ത്, മണ്ഡൽ, ജില്ലാ തലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തും. 2019 പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റായി നിലവിലെ പ്രസിഡന്റായി JP നദ്ദ ചുമതലയേറ്റത്. 2020 ജനുവരിയിൽ BJP ദേശീയ പ്രസിഡന്റായി അദ്ദേഹം ഏകകണ്ഠമായി തിരഞ്ഞെടുക്കപ്പെട്ടു. നിലവിലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ശേഷമാണ് നദ്ദ ദേശീയ അധ്യക്ഷ സ്ഥാനത്തെത്തുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് അദ്ദേഹത്തിന്റെ കാലാവധി 2024 ജൂൺ വരെ നീട്ടിയിരുന്നു. രാജ്യസഭാ MP ആയ നദ്ദ 3ാം മോദി സർക്കാരിൽ ആരോഗ്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്തിരുന്നു. ഇതോടെയാണ് പുതിയ അധ്യക്ഷനെ കണ്ടെത്താൻ സാഹചര്യം ഉരുത്തിരിഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി മൂലം ലോക്സഭയിൽ ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം നഷ്ടപ്പെട്ട BJPക്ക് പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിൽ ചില മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ശരിയായ ജാതി സംയോജനം, ഭാഷാ തർക്കത്തിന്റെയും അതിർത്തി നിർണയത്തിന്റെയും പേരിലുള്ള വടക്ക് തെക്ക് വ്യത്യാസം എന്നിവ പാർട്ടിക്ക് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഉത്തർപ്രദേശിൽ പിന്തുണ അടിത്തറ ശക്തിപ്പെടുത്തുവാനുള്ള സമ്മർദ്ദമുണ്ട്. പുതിയ പ്രസിഡന്റ് UPയിൽ നിന്നായിരിക്കാനും അതുകൊണ്ട് സാധ്യതയേറെയാണ്. BJPയുടെ പ്രത്യയശാസ്ത്ര ഉപദേഷ്ടാവായ RSS ഉൾപ്പെടെ എല്ലാവർക്കും സ്വീകാര്യനായ നേതാവായിരിക്കും അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുക. അതുകൊണ്ട് ചർച്ചയ്ക്കൊടുവിൽ ഒരു നേതാവിനെ തീരുമാനിക്കുമ്പോൾ ഇവിടെ പ്രാധാന്യമേറെയുള്ള സംസ്ഥാനം UP തന്നെയാണ്. ഇനി JP നദ്ദയ്ക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് മറുപടി ഉടനെത്തും. UPക്ക് മുൻഗണനയും.